ഈ വയനാട് ചേകാടിയിൽ കടുവ ഇറങ്ങി എന്ന വാർത്ത, വനത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് കടുവയെ കണ്ടത്. കടുവയുടെ ദൃശ്യങ്ങൾ ജനൻ ടിവിക്ക് ലഭിച്ചു. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അർജുൻ. മുമ്പാണ് ഇത്തരത്തിൽ ഈ ചേകാടിയിൽ ഒരു കടുവ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് വനത്തോട് ചേർത്ത് കിടക്കുന്ന പാതയുണ്ട്, ആ പാതയ്ക്കരികിലാണ് ഈ കടുവയെ കണ്ടത്. ആ സ്വാഭാവികമായിട്ടും നാട്ടുകാർ നടക്കുന്ന പാതയാണ്, നാട്ടുകാർ അടക്കം പോകുന്ന റോഡാണ്. ആ റോഡിന്റെ കുറുകെ കടുവ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മളത് പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലൊരു കടുവാ ദൗത്യം ഇവിടെ നടക്കുമ്പോഴാണ് അവിടെയും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഒരു പുൽപ്പള്ളി ഇതിനു മുൻപും പുൽപ്പള്ളി ചേകാടിക്ക് മുൻപ് പുൽപ്പള്ളി അമരക്കുരിയിൽ ഇത്തരത്തിലൊരു കടുവ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം 9 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ കടുവയെ പിടികൂടിയത്. അതിനുശേഷം ഇതാ വീണ്ടും ഈ പുൽപ്പള്ളിയിലെ തന്നെ ചേകാടി എന്ന് പറയുന്ന സ്ഥലം, അമരക്കുനിയിൽ നിന്നും കുറച്ച് അപ്പുറത്തേക്ക് പോകണം, കുറച്ച് ദൂരമുണ്ട്. എന്തിനാ തന്നെയും ആ ഒരു പ്രദേശത്തടക്കം ഇപ്പോൾ കടുവ ഇറങ്ങുന്നു. കടുവ റോഡിന് കുറുകെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. സാമാന്യം അത്യാവശ്യം വലിപ്പമുള്ള ഒരു കടുവ തന്നെയാണ് ഇതെന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുവാൻ സാധിക്കും. ആ ഇടയ്ക്കാണ് ഇവിടെയും പ്രതിഷേധം. ഇത്തരത്തിൽ ചേകാടിയിലടക്കം കടുവ ഇറങ്ങുന്നു. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചേകാടിയും പഞ്ചാരക്കൊല്ലിയും തമ്മിൽ വലിയ ദൂരമുണ്ടോ? തീർച്ചയായും ചേകാടിയും പഞ്ചാരക്കൊല്ലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. 28 കിലോമീറ്ററിലധികം ആ വ്യത്യാസം, ഏകദേശം 30 കിലോമീറ്ററോളം വ്യത്യാസം ആ ചേകാടിയും അതുപോലെ തന്നെ ഈ പഞ്ചാരക്കൊല്ലിയും തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കടുവയായിരിക്കില്ല അവിടെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം എന്ന് പറയുന്നത് ചേകാടി തൊട്ടപ്പുറത്ത് ആ ഫോറസ്റ്റ് ഏരിയയാണ്, വനപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നിന്ന് വന്ന കടുവയായിരിക്കാം ഇത് എന്നുള്ളതാണ് ആ നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല ഈ തൊട്ടപ്പുറത്ത് തന്നെ അമരക്കുനി, അവിടെ നിന്നും 5-6 കിലോമീറ്റർ ദൂരെ മാത്രമാണ് അമരക്കുനി എന്ന് പറയുന്ന പ്രദേശം. കഴിഞ്ഞ തവണ ഈ കടുവയെ പിടികൂടിയത്, മറ്റൊരു കടുവയെ പിടികൂടി കൊണ്ടുപോയത് ഈ അമരക്കുനി ഭാഗത്ത് നിന്നാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 9-10 ദിവസങ്ങൾക്ക് ശേഷം നീണ്ട തെരച്ചിലിനൊടുവിലാണ് ആ കടുവയെ, പിന്നീട് ഇവർക്ക് മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള സാധിച്ചില്ല. പിന്നീട് ആ കടുവ ഈ ഇത്തരത്തിൽ ഈ ഒരു കൂട്ടിൽ കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം ഈ കൂട്ടിൽ കയറിയ കടുവയെ പിന്നീട് പിടിച്ചുകൊണ്ടു പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ പ്രദേശത്തും ഈ പഞ്ചാരക്കൊല്ലി പ്രദേശത്തും ഒരു കാരണവശാലും കടുവയെ കൂട്ടിലാക്കി കൊണ്ടുപോകാൻ സാധിക്കില്ല, മറ്റുള്ള സ്ഥലങ്ങളിലുള്ളതുപോലെ സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലക്കിടിയിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വന്നതാണ്, ലക്കിടിയിലും കഴിഞ്ഞ ദിവസം രാത്രി കടുവ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ RRT സംഘം പരിശോധന നടത്തുന്നുണ്ട്. RRT സംഘത്തിന്റെ ഒരു സംഘം പരിശോധന നടത്തുന്നതിന് വേണ്ടി വന്നാൽ കൂടുകളടക്കം സ്ഥാപിക്കുവാനുള്ള സാഹചര്യമുണ്ട്, ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇടയ്ക്കാണ് ഇപ്പോൾ നമുക്ക് വയനാട്ടിൽ നിന്നും കേൾക്കുന്ന ഓരോ ദിവസവും വരുന്നത് ഇത്തരത്തിലുള്ള വന്യമൃഗ ആക്രമണം, അല്ലെങ്കിൽ വന്യമൃഗത്തിന്റെ സാന്നിധ്യമാണ്, കടുവയുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭീതി, വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ വയനാട്ടിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളടക്കം ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി അല്പസമയത്തിനകം വരുമെന്നുള്ളതൊക്കെ നമുക്കൊരു സൂചന ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് വനംവകുപ്പ് പോകുമെന്നുള്ളത് തീർച്ചയാണ്. DFO കൃത്യമായി തന്നെ നാട്ടുകാരോട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും കടുവയെ വെടിവെക്കാതെ മറ്റൊരു നിർദ്ദേശവും തങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ മറ്റൊരു വിശദീകരണവും തങ്ങൾക്ക് വേണ്ട എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് DFO പറയുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. CCF ഉണ്ട്, DFO ഉണ്ട്, ഇവരെല്ലാം കൂടി ആലോചിച്ചതിന് ശേഷം തീരുമാനമെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി അടക്കം ഈ സ്ത്രീയെ കൊന്ന ആ സ്ഥലത്തിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് മറ്റൊരു സ്ത്രീയുടെ വീട്, സരസ്വതി എന്ന് പറയുന്ന, നേരത്തെ നമ്മളോട് സംസാരിച്ച സരസ്വതി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്. ആ വീട്ടിലെത്തിയാണ് വീണ്ടും കടുവ ഒരു പട്ടിയെ പിടികൂടിയതെന്ന് വീട്ടമ്മ പറയുന്നു. സ്വാഭാവികമായിട്ടും ആ പട്ടിയെ കാണുന്നില്ല, കടുവ തന്നെ ആയിരിക്കണം പിടികൂടിയതെന്ന് വീട്ടമ്മ പറയുന്നു. പേടിയായതുകൊണ്ട് രാത്രി പുറത്തിറങ്ങി നോക്കാൻ കഴിഞ്ഞില്ല. ഇതിനു മുൻപും ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ കടുവയുടെ പാടുകൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഈ പ്രദേശവാസികളൊക്കെ പറയുന്നു, വീട്ടമ്മമാർ പറയുന്നു, ഇവിടെയുള്ള തൊഴിലാളികൾ പറയുന്നു. ഈ പാടുകൾ പലതവണ ഈ വനംവകുപ്പിനെ കാണിച്ചതാണ്, വനംവകുപ്പിനോട് ഇത്തരത്തിൽ പാടുകൾ ഉണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും അതിലുണ്ടായില്ല. അതൊന്ന് പരിശോധിക്കാൻ പോലും വനംവകുപ്പ് എത്തിയില്ല എന്നുള്ളതടക്കമാണ്. പഞ്ചാരക്കൊല്ലിയുടെ 30 കിലോമീറ്റർ അകലെ ചേകാടിയിലും കടുവ ഇറങ്ങി, വനത്തിന് ചേർന്നുള്ള പ്രദേശത്താണ് കടുവയെ കണ്ടത്. ആ ദൃശ്യങ്ങൾ ആണിപ്പോൾ നമ്മൾ കണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS.